വിവാഹമോചനത്തിനായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായ ഒരു പ്രോസസ്സ് അല്ല വിവാഹമോചനം അഥവാ ഡിവോഴ്സ്. ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ കോൺടെസ്റ്റഡ് ഡിവോഴ്സ്, അതായത് ഒരാൾ സമ്മതിക്കാത്ത മറ്റൊരാൾ വിവാഹമോചനത്തിനായി ശ്രമിക്കുമ്പോൾ ഉള്ള ഫോർമാലിറ്റികൾ കുറച്ച് കൂടുതലാണ്. അതിനെ ഫേസ് ചെയ്യുവാൻ തയ്യാറെടുത്തിട്ട് വേണം നിങ്ങൾ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുവാനായിട്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരാണ് ഭാര്യയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടി വരും. എസ്പെഷ്യലി ഭാര്യയ്ക്കുള്ള മെയിൻ്റനൻസ്, കുട്ടികൾക്കുള്ള മെയിൻ്റനൻസ്, അവകാശങ്ങൾ, തർക്കങ്ങൾ, അങ്ങനെ കുറേയേറെ ഇഷ്യൂസുകൾ ഫേസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. പിന്നെ ഭാര്യയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാകണം ഡിവോഴ്സിനായിട്ട്. പൊതുവെ ക്രൂവൽറ്റി, അഡൾട്ടറി, ഡെസേഷൻ, STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. ഇൻസാനിറ്റി, ഭ്രാന്ത്, ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, സോളിഡ് എവിഡൻസ് വേണം തൻ്റെ ഇണയ്ക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ. പക്ഷേ സ്ത്രീകൾ കുറച്ചും കൂടി എളുപ്പമാണ്. പൊതുവെ കോടതികളിലെത്തിയ കേസുകളിൽ ക്രൂവൽറ്റിയും അഡൾട്ടറിയും ഒക്കെയാണ് കൂടുതലും പുരുഷന്മാർക്കെതിരെ ആരോപിക്കപ്പെടാറുള്ളത്. ക്രൂവൽറ്റിക്കായിട്ട് ഒപ്പം തന്നെ ഡൊമസ്റ്റിക് വയലൻസ് കേസുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ട് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നിൽ നിങ്ങളുടെ ഗോൾഡ് ആൻഡ് മണി റിക്കവറി പ്രകാരമുള്ള ഒരു നിങ്ങളുടെ സ്വത്തും സ്വർണമൊക്കെ തിരിച്ചാവശ്യപ്പെട്ടുള്ള കേസാണ് ആദ്യം ഫയൽ ചെയ്യേണ്ടത്. ഇനി അതല്ല, ഭർത്താവ് നിങ്ങളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്കെതിരെ മോശമായ സംഭവങ്ങളൊക്കെ ചെയ്യുന്നയാളാണെങ്കിൽ അയാൾക്കെതിരെ ഒരു DV, ഡൊമസ്റ്റിക് വയലൻസ് കേസ്, ഒരു ക്രിമിനൽ കേസ് കൊടുത്തിട്ട് വേണം ഡിവോഴ്സ് പ്രോസസ്സിലേക്ക് നീങ്ങുവാനായിട്ട്. കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയാണ്. ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിനെതിരെ വെറുതെ ഒരു ആരോപണം ഉണ്ടാക്കി കഴിഞ്ഞാലൊന്നും കോടതി സമ്മതിച്ചു തരികയില്ല. സോളിഡ് എവിഡൻസ് ഇതിന് വേണം. പൊതുവെ ഡിവോഴ്സ് പെറ്റീഷനുകളിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി മ്യൂച്വൽ ഡിവോഴ്സാണ്. രണ്ടുപേരുടെ ചേർന്നിട്ട് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള വിവാഹമോചനമാണ് ഏറ്റവും എളുപ്പം. ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോഴും ഒറ്റയടിക്കും കൂടി എന്ന കോടതി തരികയില്ല. അതിന് മിനിമം ഒരു 6 മാസം, ചിലപ്പോൾ ചില കോടതികളിലൊക്കെ ആണെങ്കിൽ 8-9 മാസമൊക്കെ അടുത്ത ഇത് വെക്കും. ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. നിങ്ങൾ ആദ്യം കേസ് ഫയൽ ചെയ്ത ശേഷം ഒരു കൂളിംഗ് പീരീഡ്, നിങ്ങൾക്ക് ഒരു മീഡിയേഷൻ ഉണ്ടാവും, ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഒത്തുപോകില്ല എന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമാണ് കോടതി അത്തരത്തിലുള്ള ഡിവോഴ്സ് തരിക. ഇനി സുപ്രധാനമായ ഒരു കാര്യം എന്നോട് പറയുന്നു. ചില കേസുകളിലെങ്കിലും ചില അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ട് വ്യത്യസ്ത മതസ്ഥരായ ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടി ഒരു ഹിന്ദുവിനെ ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങൾ, അത്തരത്തിലുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൽ വിവാഹം കഴിച്ചു. ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേര് ഒരു ക്രിസ്ത്യൻ നെയിമാണെങ്കിൽ ചിലപ്പോൾ കോടതി ചോദിച്ചേക്കാം, വൈ ദിസ്? പൊതുവെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഭാഗ്യം. ഏത് മതത്തിൽ നിന്നായി കഴിഞ്ഞാലും വിവാഹം കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല, വിവാഹം കഴിച്ചോളാൻ പറയും. പക്ഷേ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ പുരുഷനെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റേ പെൺകുട്ടി ക്രിസ്ത്യാനിയായിട്ട് മാമോദിസ പൊങ്ങണം. ഇനിയിപ്പോൾ മുസ്ലിമായ ഒരു പെണ്ണിനെയാണ് ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, തീർച്ചയായിട്ടും ആ മുസ്ലിം റിച്വൽസുകൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ പള്ളിയിലേക്ക് അംഗമൊക്കെ എങ്കിൽ മാത്രമേ വിവാഹം നടത്തി തരികയുള്ളൂ, പള്ളിയിൽ വെച്ച്. അതല്ല, നിങ്ങളിപ്പോൾ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടത്തുന്നതെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ, കാരണം അന്വേഷിക്കാറൊന്നുമില്ല. പക്ഷേ തിരിച്ച് ഡിവോഴ്സിനായി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം. നിങ്ങളുടെ പേര് ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ നെയിമോ അല്ലെങ്കിൽ മുസ്ലിം നെയിമോ ആണെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദു ആണെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ രീതിയിലാണ് ജീവിക്കുന്ന എന്നുള്ള രീതിയിലുള്ള ഒരു തെളിവ് നിങ്ങളുടെ ഉണ്ടാവണം. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സർട്ടിഫിക്കറ്റ് ആകാം. പിന്നെ മോസ്റ്റ് ഓഫ് കോടതികളിൽ നിങ്ങൾക്ക് പറയാൻ ഒരു വഴിയുണ്ട്. ഞാൻ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലൊക്കെ സമ്മതിച്ചു തരാൻ സാധ്യതയുണ്ട്. എങ്കിലും എവിഡൻസ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇനി ഈ മ്യൂച്വൽ ഡിവോഴ്സിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചില വക്കീലന്മാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തരാന്ന് പറയും. വേവിംഗ് പെറ്റീഷൻ അഥവാ അഡ്വാൻസ് പെറ്റീഷൻ എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തു, ഉടൻ തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വേവിംഗ് പെറ്റീഷൻ അഥവാ അഡ്വാൻസ് ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് വിവാഹമോചനം ലഭിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ലഭിക്കും, പക്ഷെ അതിന് ഒരു കൃത്യമായ കാരണം ഉണ്ടാകണം. അതായത് ഒന്നുകിൽ നിങ്ങൾ ഭാര്യയോ ഭർത്താവിനോ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ഒരവസരം ഒത്തുവന്നിരിക്കുകയാണ്. ഈ ഉടൻ തന്നെ ഒരു മാസമുള്ള തന്നെ നിങ്ങൾക്ക് അവിടേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാരണമാണെങ്കിൽ തീർച്ചയായിട്ടും വേവിംഗ് പെറ്റീഷൻ കോടതി അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കോടതി ആ അഡ്വാൻസ് പെറ്റീഷൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ കേട്ട ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിവാഹമോചനം തരും. പക്ഷേ അതിന് വെറുതെ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സോളിഡ് എവിഡൻസ് അതിനും വേണം. വിസ പോലുള്ള സംഭവങ്ങൾ അത്തരത്തിൽ കോടതിക്ക് ബോധ്യപ്പെടണം. ഇതൊരു പെട്ടെന്ന് തന്നെ വിവാഹമോചനം നടക്കേണ്ട ആവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി നിങ്ങളെ
അക്കാര്യത്തിൽ പരിഗണിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു പ്രോസസ്സാണ്. കോടതി മുറികളിൽ നിങ്ങളുടെ സമയവും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരാൾ വരുമ്പോൾ മറ്റാൾ വരില്ല, മറ്റാൾ വരുമ്പോൾ ഇയാൾ വരില്ല. പിന്നീട് നിങ്ങളുടെ ഇണയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം കറക്റ്റ് ആയിരിക്കണം, വെറുതെ തള്ളിവിടരുത്. അയാൾ എന്നെ അങ്ങനെ ഇതിങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ തെളിവുണ്ടാകണം. ആ തെളിവുണ്ടെങ്കിൽ മാത്രമാണ് കോടതി അത് അംഗീകരിക്കുകയുള്ളൂ. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക്, പക്ഷേ തെളിയിക്കുവാൻ നമുക്ക് കൃത്യമായ ധാരണ വേണം. ഇപ്പോൾ സ്ഥിരമായിട്ട് ഭാര്യയെ ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില കേസുകളിൽ നമുക്ക് പറയാം, പക്ഷേ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷന് ഒരു പേപ്പർ അയക്കാം, ഒരു പരാതി അയക്കാം. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്യാം. ഉപദ്രവം കുറച്ച് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് കൃത്യമായ തെളിവുകൾ ഉണ്ടാവുകയും കോടതിക്ക് ആ പ്രോസസ്സ് പെട്ടെന്ന് നീക്കാനും പറ്റുക. കേരളത്തിൽ ആകപ്പാട് 2 ലക്ഷത്തിൽ കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാത്രമല്ല കേസ്, ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ സോൾവ് ചെയ്യാനായിട്ട് കോടതി കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ കോൺട്രസ്റ്റ് ഡിവോഴ്സുകളിൽ ഒരാൾ എപ്പോഴും ഹോസ്റ്റൈലായിരിക്കും. ഞാൻ ചത്തു കഴിഞ്ഞാലും നിനക്ക് വിവാഹമോചനം തരില്ല എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം അത് വൈകിക്കുവാൻ എതിർഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ക്ഷമ വേണം, ആ ഒരു ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളിലും. പരമാവധി ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിവാഹമോചനത്തിനായി തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. നിങ്ങൾ ഇനി മുന്നോട്ട് പോകില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ്. അതിനുള്ള പ്രോസസ്സാണ്. കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തുപരമായ കാര്യങ്ങൾ കൃത്യമായൊരു ധാരണയുണ്ടാക്കി, എഗ്രിമെന്റ് ഉണ്ടാക്കി, ബന്ധുക്കളും സ്വത്തുക്കളും ഒക്കെ ഇരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു തീർത്ത് കോടതിയിൽ കൊണ്ട് ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാം ഈ കോർട്ട് വഴിയാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. ആധാർ കാർഡ് വേണം, ഫോട്ടോ വേണം, ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കണം. ഇതൊക്കെ വേണം. പിന്നെ പറഞ്ഞ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഇപ്പം നിങ്ങളിപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിച്ചേക്കുന്നതെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സിന് നേരത്തെ പറഞ്ഞ ജാതിമത സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് തന്നെ മതിയാവും. എന്നാൽ ഇതൊക്കെയാണ് പൊതുവായിട്ട് വിവാഹ മോചനത്തിനായി തയ്യാറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 9995324212 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക.